നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാധാരണക്കാരുടെ പൊൻതാരകത്തിന് ആദരാഞ്ജലി. വിട പറയാനൊരുങ്ങി ലോകം. സാധാരണക്കാരെ പോലെ നിലത്ത് വിശ്രമമൊരുക്കണമെന്ന് നല്ല ഇടയന്റെ വിൽപത്രം. ഫ്രാൻസിസ് പാപ്പയുടെ മരണകാരണം പക്ഷാഘാതവും തുടർന്നുള്ള ഹൃദയാഘാതവുമെന്ന് വത്തിക്കാൻ. ഫ്ലോറിഡയിലെ ഒർലാൻഡോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡെൽറ്റ വിമാനത്തിന് എഞ്ചിന് തീപിടിച്ചു. വൻ ദുരന്തമൊഴിവായി. 300 യാത്രക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദി അറേബ്യയിലെത്തി. ന്യൂസിലാൻഡും യുകെയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താനുള്ള കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ. ഇന്ത്യയിലെ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ മക്കൾക്ക് മയിൽപീലി സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നിശ്ചയിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും PV അൻവർ ഉൾക്കൊള്ളുമെന്ന് മുസ്ലിം ലീഗ് നേതാവും MLAയുമായ P അബ്ദുൽ ഹമീദ്. വാർത്തകൾ വിശദമായി. പാരമ്പര്യവാദികളുമായി ആവർത്തിച്ച് ഏറ്റുമുട്ടുകയും ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പിന്തുണയ്ക്കുകയും ചെയ്ത പ്രക്ഷുബ്ധമായ ഒരു കത്തോലിക്ക സഭ ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതാണ് റോമൻ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ തലവന്റെ മരണം. തിങ്കളാഴ്ച രാത്രി കാസ സാന്താ മാർട്ടയിലെ ചാപ്പയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റി. പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി ബുധനാഴ്ച രാവിലെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അവസരമുണ്ടാകും. മരണശേഷം 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിൽ നടക്കേണ്ട പോപ്പിന്റെ ശവസംസ്കാര തീയതി തീരുമാനിക്കാൻ ചൊവ്വാഴ്ച രാവിലെ കർദിനാൾമാർ യോഗം ചേരും. ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം 9 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം നടക്കും. തിങ്കളാഴ്ച വൈകുന്നേരം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരും വിനോദസഞ്ചാരികളും പോപ്പിന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തി. ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ മത നേതാക്കൾ പോപ്പിന് ആദരാഞ്ജലി അർപ്പിച്ചു. പാവങ്ങളുടെ മാർപ്പാപ്പയ്ക്കൊരുങ്ങുന്നത് വളരെ ലളിതമായ അന്ത്യവിശ്രമ കുടീരം. ദീർഘകാലമായി നിലനിൽക്കുന്ന വത്തിക്കാൻ പാരമ്പര്യത്തെ മാറ്റിവെച്ച് റോമിലെ എക്സ്ക്വിലിന പരിസരത്തെ സാന്താ മരിയോ മാഗ്യോർ പള്ളിയിൽ സംസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പോപ്പ് തന്റെ വിൽപത്രത്തിൽ നേരത്തെ സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന്റെ വിൽപത്രത്തിലെ വാചകം ഫ്രാൻസിസ് ആയ തന്നെ നിലത്ത് പ്രത്യേക അലങ്കാരങ്ങളില്ലാതെ അടക്കം ചെയ്യാൻ ആഗ്രഹിച്ചു എന്നാണ്. വിദേശ യാത്രകൾക്ക് മുമ്പും ശേഷവും അദ്ദേഹം സാന്താ മരിയ മാഗ്യോർ പള്ളി ബസിലിക്കയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഏപ്രിൽ 12-ന് പാപ്പ ഇവിടെ അവസാനമായി സന്ദർശിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണകാരണം പക്ഷാഘാതവും തുടർന്നുള്ള ഹൃദയാഘാതവുമാണെന്ന് വത്തിക്കാൻ ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തി. 88-കാരനായ പോപ്പിന്റെ മരണം തിങ്കളാഴ്ച രാവിലെ 7:35-ന് കാസ സാന്താ മാർട്ടയിലെ തന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് സ്ഥിരീകരിച്ചത്. ഫെബ്രുവരിയിൽ ഗുരുതരമായ ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടപ്പോൾ 2 തവണ ഗുരുതരാവസ്ഥയിലായ പോപ്പ് ഫ്രാൻസിസിന് മൾട്ടിപ്പിൾ ബ്രോങ്കൈറ്റിസും ആർട്ടീരിയൽ ഹൈപ്പർടെൻഷൻ, ടൈപ്പ് 2 പ്രമേഹം എന്നിവയും ഉണ്ടായിരുന്നു. പാവങ്ങളുടെ നല്ല ഇടയൻ എന്നറിയപ്പെടുന്ന പോപ്പ് ഫ്രാൻസിസിന് ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിരലിലൊടുങ്ങാത്ത വിശേഷണങ്ങൾ അകമ്പടിയായി ഉണ്ടായിരുന്നു. തിരസ്കൃതരുടെ ഇടയൻ, അന്ധവിശ്വാസികൾക്കെതിരെ സ്നേഹത്തിന്റെ ആയുധം വീശുന്ന പോരാളി, ലോകസമാധാനത്തിന്റെ ദൂതൻ, എളിമയുടെ ആൾരൂപം, ജീവിതം തന്നെ സുവിശേഷമായി മാറ്റിയ കർമ്മയോഗി, മതസങ്കല്പങ്ങളുടെ പുതിയ മാനം കവർന്ന ആത്മീയ നേതാവ്, അതിനൊക്കെ അപ്പുറത്തേക്ക് സഭയിലെ യാഥാസ്ഥിതികരെ ഞെട്ടിച്ച തിരുത്തൽവാദി എന്ന വിശേഷണവും. ഈ വിശേഷണങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതിവെച്ച ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ മാർപ്പാപ്പ യാത്രയായി. മാർപ്പാപ്പയെ സ്നേഹത്തിന്റെ സന്ദേശവാഹകനായാണ് പൊതുവെ വിശേഷിപ്പിക്കാറ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനമാണ് ഇതിന്റെ പ്രധാന കാരണം. ഗാസയിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസാനത്തെ സന്ദേശത്തിലെ വാക്കുകൾ. ഈസ്റ്റർ ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ കണ്ടപ്പോഴാണ് വെടിനിർത്തൽ വേണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത്. ദൈവത്തിന്റെ ഇടയനായും അല്ലാതെയും 88 വർഷക്കാലം ജീവിച്ച പോപ്പ് തന്റെ ജീവിതത്തിലുടനീളം പുലർത്തിയ രാഷ്ട്രീയ ബോധ്യം തന്നെയാണ് വിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഒട്ടും ഞെട്ടലുണ്ടാക്കാത്ത ആ പ്രസ്താവനയ്ക്ക് പിന്നിലും. മതസൗഹാർദ്ദത്തിനും ആഗോള ഐക്യത്തിനും വേണ്ടി ആവർത്തിച്ച ഒരു വൈദികൻ എന്ന് പോപ്പ് ഫ്രാൻസിസിന്റെ വിയോഗത്തോടെ ലോകത്തിന് നഷ്ടമായത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പായ ഫ്രാൻസിസ് മതമൈത്രിയെയും പരസ്പര ബഹുമാനത്തെയും വളരെ പ്രാധാന്യത്തോടെയാണ് പരിഗണിച്ചത്. 2019-ൽ UAE-യിലെത്തിയ പോപ്പ് അറബ് രാഷ്ട്രങ്ങൾ സന്ദർശിച്ച ആദ്യ മാർപ്പാപ്പയായി മാറി. പ്രമുഖ ഇസ്ലാമിക് കേന്ദ്രമായ അൽ അസറിന്റെ ഗ്രാൻഡ് ഇമാം അഹമ്മദ് എൽ തയ്യിബുമായി ചേർന്ന് ഡോക്യുമെന്റ് ഓൺ ഹ്യൂമൻ ഫ്രട്ടേണിറ്റി എന്ന രേഖയിൽ ഒപ്പുവെച്ചു. സമാധാനവും സൗഹൃദവും പ്രോത്സാഹിപ്പിക്കാനുള്ള ശക്തമായ സന്ദേശമായി മാറിയിരുന്നു. സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും
ധാരണയുടെയും തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തന്റെ ജീവിതം സമർപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ലോകമെമ്പാടുമുള്ള കത്തോലിക്കർക്ക് അഗാധമായ അനുശോചനം അറിയിക്കുന്നു എന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ഇനി മറ്റ് വിദേശ വാർത്തകളിലേക്ക്. നോർവേ പ്രധാനമന്ത്രി ജൊനാസ് ഗഹർ സ്റ്റോയറും ധനമന്ത്രി ജെൻസ് സ്റ്റോൾട്ടൻബർഗും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ട്. വ്യാഴാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സുരക്ഷാ നയസഹചര്യം, നാറ്റോ, ഉക്രൈനിലെ യുദ്ധം, വ്യാപാര വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യുമെന്ന് ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നോർവേയും US നിരവധി മേഖലകളിൽ സഹകരിക്കുന്നു. കൂടാതെ നോർവേക്ക് US ഒരു പ്രധാന വ്യാപാര പങ്കാളിയാണ്. ഭാവിയിൽ കൂടുതൽ അടുത്ത് സഹകരിക്കാൻ കഴിയുന്ന മേഖലകളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ജൊനാസ് ഗഹർ സ്റ്റോയർ പറഞ്ഞു. ന്യൂസിലൻഡും UKയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താനുള്ള കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ. ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി കെയർ സ്റ്റാമർ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും നടത്തുന്ന ഉക്രൈനിയൻ സൈനികർക്കുള്ള പരിശീലന പരിപാടി വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് സ്റ്റാമർ ചർച്ച ചെയ്യുകയും 30 മില്യൺ പൗണ്ടിന്റെ പുതിയ ആയുധ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യും. ബുധനാഴ്ച ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഉക്രൈനിയൻ, US ഉദ്യോഗസ്ഥരുടെ ലണ്ടൻ സമ്മേളനത്തിന് മുമ്പാണ് കൂടിക്കാഴ്ച. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഫ്ലോറിഡയിലെ ഒർലാൻഡോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടാർമാർക്കിൽ വെച്ചൊരു ഡെൽറ്റ വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ചതിനെ തുടർന്ന് യാത്രക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചു. ആർക്കും പരിക്കില്ല. അറ്റ്ലാന്റയിലേക്ക് ഏകദേശം 300 പേരുമായി പുറപ്പെടാൻ തയ്യാറെടുക്കവെയായിരുന്നു അപകടം. വലതുവശത്തെ എഞ്ചിനിൽ നിന്ന് പുകയും തീയും ഉയർന്നതോടെ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ടീം യാത്രക്കാരെ ഒഴിപ്പിച്ച് രക്ഷാപ്രവർത്തനം നടക്കുകയായിരുന്നു. ഓഫ് വൈറ്റിലെ കനത്ത തീരദേശം മണ്ണിടിച്ചിലിനെ തുടർന്ന് പാതകൾ അടയ്ക്കുകയും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയിലെ കനത്ത മഴയെ തുടർന്ന് ദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള അതർഫീൽഡ് പോയിന്റിലെ പാറക്കെട്ടുകളുടെ ഒരു ഭാഗം ശനിയാഴ്ച ഇടിഞ്ഞു വീണു. സമീപകാല ഭൂചലനം കാരണം പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ റൈറ്റ്സ് ഓഫ് വേ ടീം അടച്ചുപൂട്ടൽ ഉറപ്പാക്കിയതായി ഓഫ് വൈറ്റ് കൗൺസിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ദ്വീപുവാസികളും സന്ദർശകരും പ്രദേശത്തെ പാറക്കെട്ടുകളുടെ അരിക്കുകളിൽ നിന്നും തീരദേശ പാതകളിൽ നിന്നും മാറി നിൽക്കണമെന്നും പാറക്കെട്ടുകളുടെ കീഴിൽ നേരിട്ട് നടക്കരുതെന്നും കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. ദ്വീപിന്റെ തെക്കൻ തീരത്ത് അടുത്തിടെ നിരവധി വലിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് UAE ഭരണാധികാരികൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എക്സ് അക്കൗണ്ടിലെ കുറിപ്പിൽ ലോകത്താകമാനമുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് അനുശോചനം അറിയിച്ചു. സമാധാനപൂർണമായ സഹവർത്തിത്വവും പരസ്പരം മനസ്സിലാക്കലും ഏറെ ദുഃഖിപ്പിക്കുന്നതാണെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എക്സിൽ കുറിച്ചു. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴി അപേക്ഷ നൽകിയ 1,00,000-ലധികം ഇന്ത്യൻ തീർത്ഥാടകർക്ക് ഇക്കൊല്ലത്തെ ഹജ്ജിനുള്ള അനുമതി നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് KMCC സൗദി നാഷണൽ കമ്മിറ്റി പ്രധാനമന്ത്രിക്കും സൗദിയിലെ ഇന്ത്യൻ അംബാസഡറിനും കത്തയച്ചു. ജീവിത സാഫല്യം നിറവേറ്റാൻ കാത്തുകഴിയുന്ന ആയിരങ്ങൾക്ക് അവസരം ഒരുക്കുന്നതിൽ നയതന്ത്ര തലത്തിൽ പരമാവധി ശ്രമം നടത്തണമെന്നും ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്നും സൗദി KMCC മുഖ്യ രക്ഷാധികാരി KP മുഹമ്മദ് കുട്ടി കത്തിലൂടെ ആവശ്യപ്പെട്ടു. കുവൈറ്റിൽ വിവിധ നിക്ഷേപകർ സമർപ്പിച്ച 2 സ്വകാര്യ ജെറ്റ് കമ്പനികൾ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷകൾ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പഠിക്കുന്നതായി റിപ്പോർട്ട്. ഒരു കമ്പനി VIP-കൾക്കായുള്ള ആഡംബര യാത്രകൾ ലക്ഷ്യമിട്ട് ഉയർന്ന വരുമാനമുള്ള ഉപഭോക്താക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. രണ്ടാമത്തെ കമ്പനി സമ്പന്നരും ബിസിനസ് ഉടമകളും ഉൾപ്പെടെയുള്ള ഇക്കണോമിക് ക്ലാസ് സ്വകാര്യ ജെറ്റ് ഉപഭോക്താക്കൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇരു കമ്പനികളും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും വൃത്തങ്ങൾ സൂചിപ്പിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭിക്കാൻ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് VSS ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം ഈ മാസം 25-ന് അബഹ സന്ദർശിക്കും. ഖമീസ് മുഷൈദ് ദിയഫയിലെ ഇമാം മുഹമ്മദ് ബിൻ സൗദ് റോഡിലെ അൽ ഖുറാഷ് ഹോട്ടലിലാണ് സന്ദർശനം. മുമ്പ് ഹമീസ് മുഷൈത്തിലെ VS സെന്ററിലായിരുന്നു സന്ദർശനം നിശ്ചയിച്ചിരുന്നത്. ഇനിയൊരു ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. ഇന്ത്യയിൽ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ മക്കൾക്ക് മയിൽപീലി സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഡൽഹിയിലെ വസതി നമ്പർ 7 ലോക് കല്യാൺ മാർഗിൽ വെച്ചായിരുന്നു ഈ സമ്മാനം. വീടിനകത്തേക്ക് പോകും മുമ്പ് മോദിയും JD വാൻസ് കുടുംബവും വീടിന് പുറത്ത് അല്പനേരം ചിലവഴിച്ചിരുന്നു. ഇവിടെ മയിലുകളും മറ്റേതാനും മൃഗങ്ങളും ഉണ്ട്. ഈ കാഴ്ച കുട്ടികളും നന്നായി ആസ്വദിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദി അറേബ്യയിലെത്തി. ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ് 2:30 മണിക്കാണ് അദ്ദേഹം എത്തിയത്.
വൈകിട്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ത്യ സൗദി തന്ത്രപരമായ സഹകരണ കൗൺസിൽ യോഗവും നടക്കും. പ്രധാനമന്ത്രിക്ക് സൗദി കിരീടാവകാശി അത്താഴ വിരുന്നും നൽകും. ഊർജ്ജ പ്രതിരോധ രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കാനുള്ള ചർച്ച നടക്കും. സ്വകാര്യ ടൂർ ഏജൻസികൾ വഴി ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം കൂട്ടി നൽകണമെന്ന അഭ്യർത്ഥന ഇന്ത്യ മുന്നോട്ട് വയ്ക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികൾ ഉണ്ടാവില്ല. ഏപ്രിൽ 22, 23 തീയതികളിലാണ് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിഘടനവാദ സംഘടനയായ വാരിസ് പഞ്ചാബ് ഭീകരൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പഞ്ചാബിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവിനെയും വധിക്കാനുള്ള ഗൂഢാലോചന നടത്തിയതിന്റെ വാട്സ്ആപ്പ് വീഡിയോ ചാറ്റുകൾ പുറത്ത്. വീഡിയോ വൈറലായ ഉടൻ തന്നെ പഞ്ചാബ് പോലീസ് നടപടിയെടുക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 25 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇനി കേരള ഹൈലൈറ്റ്സ്. കോൺഗ്രസ് നിശ്ചയിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും PV അൻവർ ഉൾക്കൊള്ളുമെന്ന് മുസ്ലിം ലീഗ് നേതാവും MLAയുമായ P. അബ്ദുൾ ഹമീദ്. PV അൻവറിനെ അവഗണിച്ചുകൊണ്ട് UDF മുന്നോട്ട് പോകില്ല. മുസ്ലിം ലീഗ് നടത്തിയ കൺവെൻഷനിലേക്ക് PV അൻവറിനെ ക്ഷണിക്കാൻ കാരണവും ഇതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിലമ്പൂരിലേത് അഭിമാനകരമായ പോരാട്ടമാണെന്ന് P. അബ്ദുൾ ഹമീദ് കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10 ഇരട്ടി സീറ്റ് വർധന ലക്ഷ്യമിട്ട് BJP 10,000 സീറ്റുകൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനാണ് പാർട്ടിയുടെ ആഹ്വാനം. തെരഞ്ഞെടുപ്പിനായി 150 ദിവസത്തെ പ്രവർത്തന പദ്ധതികൾ പ്രഖ്യാപിച്ചു. 21,865 വാർഡുകളിൽ 10,000 സീറ്റുകൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനാണ് ആഹ്വാനം. കഴിഞ്ഞ തവണ 1,600 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചത്. നടി വിൻസി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉയർത്തിയ ലഹരി പരാതി ഒത്തുതീർപ്പിലേക്ക്. സംഭവത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചതോടെ വിൻസി തനിക്ക് പരാതിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു. സിനിമയുടെ IC കമ്മിറ്റിക്ക് മുൻപാകെയാണ് പരാതി ഒത്തുതീർപ്പായത്. ഒടുവിൽ ഇരുവരും കൈകൊടുത്തു പിരിഞ്ഞു. സിനിമയുമായി സഹകരിക്കുമെന്നും അറിയിച്ചു. ICC റിപ്പോർട്ട് ഉടൻ കൈമാറും. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 114.11 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 85.11 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 97.10 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഇനി സ്പോർട്സ്. IPLൽ ഗുജറാത്ത് ടൈറ്റൻസിന് വമ്പൻ ജയം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 31 റൺസിന് തോൽപ്പിച്ചു. 199 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്തയുടെ പോരാട്ടം 159 അവസാനിച്ചു. ഗുജറാത്തിനായി പ്രസിദ്ധ് കൃഷ്ണയും റാഷിദ് ഖാനും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാധാരണക്കാരുടെ പൊൻതാരകത്തിന് ആദരാഞ്ജലി. വിട പറയാനൊരുങ്ങി ലോകം. സാധാരണക്കാരെ പോലെ നിലത്ത് വിശ്രമമൊരുക്കണമെന്ന് നല്ല ഇടയന്റെ വിൽപത്രം. ഫ്രാൻസിസ് പാപ്പയുടെ മരണകാരണം പക്ഷാഘാതവും തുടർന്നുള്ള ഹൃദയാഘാതവുമെന്ന് വത്തിക്കാൻ. ഫ്ലോറിഡയിലെ ഒർലാൻഡോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡെൽറ്റ വിമാനത്തിന് എഞ്ചിന് തീപിടിച്ചു. വൻ ദുരന്തമൊഴിവായി. 300 യാത്രക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദി അറേബ്യയിലെത്തി. ന്യൂസിലാൻഡും UKയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താനുള്ള കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ. ഇന്ത്യയിലെ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ മക്കൾക്ക് മയിൽപീലി സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നിശ്ചയിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും PV അൻവർ ഉൾക്കൊള്ളുമെന്ന് മുസ്ലിം ലീഗ് നേതാവും MLAയുമായ P. അബ്ദുൾ ഹമീദ്. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.